അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് കഴിഞ്ഞ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ ചരിത്രം മുത്തുനബി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സ്വഹാബാക്കളൊക്കെയും ആവേശത്തോടു കൂടെ കേൾക്കുകയാണ്. നല്ലൊരു പാഠം ഉൾക്കൊള്ളേണ്ട ഒരു ചരിത്രമാണ്. മുത്തുനബി പറയുന്നു, പണ്ട് കാലത്ത് ബനൂ ഇസ്രായേലിലെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം തമ്മാടിയാണ്, അല്ലാഹുവിന് വേണ്ടി ഒരു ഇബാദത്തും ചെയ്യാത്ത ആളാണ്, ധിക്കാരത്തോടു കൂടെ ജീവിച്ച ആളാണ്. അങ്ങനെ ജീവിച്ച് അവസാനം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിനേക്ക് പേടി വന്നു. ഇനി ഏതായാലും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, ഇനി മരണപ്പെടുകയാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ പോവേണ്ടി വരുമല്ലോ. ആ സമയത്ത് അദ്ദേഹത്തിന് പേടി വന്നു. അങ്ങനെ മരണം ഹാദിറാകുന്ന, ആ മരണം അടുത്താകുന്ന സമയത്ത് തൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ നിങ്ങൾ മരണപ്പെട്ടാൽ എന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഖബറടക്കേണ്ടതൊന്നുമല്ല, എന്നെ നിങ്ങൾ കത്തിക്കണം. എന്നിട്ടോ കത്തിച്ച് അതിൽ കിട്ടുന്ന വെണ്ണൂർ, ആ പൊടികളൊക്കെയും നിങ്ങൾ ഭൂമിയുടെ നാനാഭാഗത്ത് നിങ്ങൾ വിതരണം. ഒരേ സ്ഥലത്ത് ആ വെണ്ണൂർ ഇടാൻ പാടില്ല, കടലിൽ വേറെ വേറെ സ്ഥലത്ത് അതിനെ ഇടണമെന്ന് തൻ്റെ മക്കളോട് അദ്ദേഹം വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയാണ്. വാപ്പ പറഞ്ഞതുപോലെ ആ മക്കൾ വസിയത്ത് പാലിക്കുകയാണ്. അദ്ദേഹം മരണത്തിൻ്റെ ശേഷം കത്തിക്കപ്പെടുകയാണ്. ആ വെണ്ണൂർ കടലിലൂടെ നാനാഭാഗത്തായി അതിനെ ബെതിരപ്പെടുകയാണ്, അതിനെ എരിയുകയാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹു എല്ലാം കൈവുള്ളവനാണല്ലോ. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ശേഷം അള്ളാഹു വിചാരണ ചെയ്തു. അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളെ മരണപ്പെട്ടതിന് ശേഷം നിങ്ങളെ കത്തിക്കാനും ഇങ്ങനെയൊക്കെ ചെയ്യാൻ മക്കളോട് വസിയത്ത് ചെയ്യാനുള്ള കാരണമെന്തേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, റബ്ബേ, നിന്നെ പേടിച്ചിട്ടാണ്. കാരണം ഞാൻ കുറേ ധിക്കാരം ചെയ്തവനല്ലേ, കുറേ തെറ്റ് ചെയ്തവനല്ലേ. ഇനി ഏതായാലും നിന്റെ കയ്യിൽ കിട്ടിയാൽ എന്നെ നീ വിടൂലല്ലോ, അത് പേടിച്ചിട്ട് മക്കളോട് പറഞ്ഞതാണ്. എന്നെ അല്ലാഹുവിന് ഒരംശം പോലും കിട്ടാൻ പാടില്ല, ആ രീതിയിൽ എന്നെ നിങ്ങൾ ഭൂമിയിൽ എരിയണം, ആ രീതിയിൽ ആക്കണം. അതിനു വേണ്ടിയിട്ടാണ്. ഒരേ സ്ഥലത്തിട്ടാൽ അങ്ങനെങ്കിലും എന്നെ വീണ്ടും നിന്റെ അടുക്ക് കൊണ്ടുവരുമല്ലോ, അത് പേടിച്ചിട്ടാണ്. നിന്റെ കയ്യിലേക്ക് തന്നെ ഞാൻ കിട്ടാൻ പാടില്ല എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്, അങ്ങനെ ചെയ്തിട്ടും നിന്റെ മുമ്പിലേക്ക് എന്നെ നീ കൊണ്ടുവന്നല്ലോ റബ്ബേ എന്ന് അദ്ദേഹം ഭയത്തോടുകൂടെ റബ്ബിൻ്റെ മുമ്പിൽ വരികയാണ്. ആ സമയത്താണ് മുത്തുനബി പറയുന്നു, അദ്ദേഹത്തിന് അല്ലാഹു പൊരുത്തു കൊടുക്കുകയാണ്, അദ്ദേഹത്തിന് അല്ലാഹു മാഫ് ചെയ്യുകയാണ്. നോക്ക്, റബ്ബിൻ്റെ എന്തൊരു കാരുണ്യമാണ്. കാരണം അല്ലാഹുവിനൊന്ന് പേടിച്ചു, അല്ലാഹുവിനൊന്ന് ഭയപ്പെട്ടു, അല്ലാഹുവിനൊന്ന് ഉൾക്കൊണ്ട്. അതാ വേണ്ടത്. ഒരു മുഅ്മിനായ നമ്മൾ അല്ലാഹുവിനൊന്ന് ഉൾക്കൊള്ളണം, അല്ലാഹുവിനൊന്ന് ഭയപ്പെടണം, അല്ലാഹുവിനൊന്ന് സമ്മതിക്കണം. തീർച്ചയായും റബ്ബ് നമ്മെ സ്വീകരിക്കും. അല്ലാഹുവിനെ വേണ്ടത് അതാണ്. അല്ലാഹുവിനെ സമ്മതിക്കുക, അല്ലാഹുവിനെ പേടിക്കുക, അല്ലാഹുവിനെ സമ്മതിച്ച് ജീവിക്കുക. തീർച്ചയായും നാം എത്ര വലിയ ദോഷിയാണെങ്കിലും അല്ലാഹുവിൻ്റെ റഹ്മത്ത്, അവനിക്ക് നമ്മളെ ശിക്ഷിക്കലല്ലോ കൊതിയുള്ളത്, മഗ്ഫിറത്ത് നൽകൽ തന്നെയാണ്, മാഫ് നൽകൽ തന്നെയാണ്. പക്ഷേ അവനിലേക്കൊന്ന് മടങ്ങണം. അതാണ് റബ്ബിന് വേണ്ടുള്ളതോ, അതാണ് റബ്ബ് ഇഷ്ടപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തുള്ള ആ നല്ല ഭയം, ആ നല്ല ഇഖ്ലാസ്, ആ നല്ല പേടി തന്ന് അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.